ഗൈസ്, അപ്പോൾ ഞങ്ങളിങ്ങനെ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി കുളു മണാലി. ഇവിടുന്ന് കുളുവിന് ചെറിയ ദൂരമുള്ളൂ. മണാലിക്കൊരു 45 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ റോഡിലാണുള്ളത്. ഇത് കണ്ട് ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് മലക്കെല്ലാം മൊത്തം വീടുകളാണ്. ഇവിടുന്ന് മൊത്തം മലകളാണ്. നല്ല അടിപൊളി ഏരിയ. എല്ലാ വീടും ഒരു പ്രത്യേക ഷേപ്പ് അല്ലേ, പറക്കി വെച്ചോളൂ. രാത്രി ഒരു അടാർ വ്യൂ ആണ് ഇത്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നൈറ്റ് നല്ല വ്യൂ ആയിരുന്നു. ഈ മല മൊത്തം ഇങ്ങനെ ഓരോ മല ഇറങ്ങി ഒരു ടൗണിലെത്തുക, അവിടെ നിന്ന് പിന്നെ അടുത്ത ടൗണിലോട്ട് കയറ്റം, അങ്ങനെയൊക്കെ നക്ഷത്രം കത്തി കിടക്കുന്ന പോലെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ കൃഷിസ്ഥലം താഴെ കണ്ട കൃഷിസ്ഥലം, ഒരു പുഴയുണ്ട്, വെള്ളം, സൈഡിൽ വീട്. നല്ല അടിപൊളി വ്യൂ ആണ്. റോഡും പണി നടക്കുന്നുണ്ട്. വൺ സൈഡ് ഓപ്പൺ ഉള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതല്ല, അവിടെ കെട്ടിടങ്ങൾ എന്തോ സ്കൂളോ കാര്യമാണെന്ന് തോന്നുന്നു, വലിയ കെട്ടിടങ്ങൾ. അതിലൂടെ റോഡുണ്ട്. ഈ പുഴയ്ക്ക് അപ്പുറത്തോടെ ഇപ്പുറത്തോടെ റോഡാണ്. നല്ല അടിപൊളി വ്യൂ. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നേരെ മണാലിക്ക് പോകാനാണ് പ്ലാൻ. റിട്ടേൺ വരുന്ന വഴിക്കാണ് കുളു ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മണാലിക്ക് വിട്ടേക്കാം. അപ്പോൾ പിന്നെ ഞങ്ങൾ മണാലിയിലേക്ക് യാത്രയാവണം. മണാലിയിലെ കാഴ്ചകളുമായി നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളിതാ മണാലിയിൽ നിന്ന് അടൽ ടണൽ, റോത്തങ് പാസ് അടൽ ടണലിലേക്കുള്ള വഴിയിലാണുള്ളത്. ഒടുക്കത്തെ ലുക്കാണ് വഴിക്കും ഇതിനും. വഴിയെല്ലാം നല്ല ടാർ ചെയ്ത് ഫ്രഷ് ടാറിങ്ങും പരിപാടിയൊക്കെയാണ്. സൈഡിലെ വ്യൂ നല്ലതാണ്. തണുപ്പിങ്ങനെ കൂടി മൈനസിലേക്ക് എത്തിയെന്ന് തോന്നുന്നു അല്ലേ. കൈയൊക്കെ മരച്ചു തുടങ്ങിയിട്ടുണ്ട്. താഴെ കൂടി ബിയാസ് നദിയാന്ന് തോന്നുന്നു. താഴെ കൂടി പോകുന്നു, ബിയാസ് ആണെന്ന് തോന്നുന്നു. താഴെ കുറേ റാഫ്റ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. കുറേ മഞ്ഞിലൂടെ സ്കേറ്റിങ്ങിൻ്റെ ഒക്കെ ബോർഡുകളും പരിപാടിയൊക്കെ കണ്ടു. നല്ല അടിപൊളി റോഡും നല്ല അടിപൊളി വഴിയും അടിപൊളി വ്യൂവും. ഇഷ്ടംപോലെ ബൈക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ട്രാവലേഴ്സ് ഉണ്ട്. ഡൽഹി വണ്ടി, പഞ്ചാബ് വണ്ടി, ഗുജറാത്ത് വണ്ടി, അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ, ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. മണാലി ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. മുകളിലങ്ങ് മഞ്ഞുമല കണ്ടോ? വാവ്, എന്നാ ലുക്കാ, ഒരു രക്ഷയില്ലാത്ത ലുക്ക്. ഡൽഹി വണ്ടി നമ്മുടെ ഞാനോ ഇങ്ങനെ കയറി മുകളിലോട്ടാണ്. അടൽ ടണലിലേക്ക് ഇവിടുന്ന് ഏകദേശം 19 കിലോമീറ്റർ ഉണ്ട്. സൊളാങ് വാലിക്ക് ഒരു 5 കിലോമീറ്ററും. ഇതാണ് മഞ്ഞുമലയുടെ വ്യൂ, റോഡ് വ്യൂ. ഒരു രക്ഷയും. മുകളിലേക്കുണ്ട് പൈൻമരങ്ങൾ, പൈനല്ല പൈൻമരമാണെന്ന് തോന്നല്ലേ, എന്തോ ഒരു മരം. സെറ്റപ്പ്. അനീഷ് വണ്ടിയും വെച്ച് അവിടെ ചൂട് കഴിയുന്നുണ്ട്.
അപ്പം വണ്ടി ഓടിക്കുന്നത് നല്ല തണുപ്പടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സോളാങ് വാലി എത്തിയിട്ടുണ്ട്. ഇതാണ് സോളാങ് വാലി. ഇവിടെയാണ് ഈ മഞ്ഞിലൂടെ വണ്ടി ഓടിക്കുന്നത്, സ്കേറ്റിങ്ങിൻ്റെ എല്ലാം മണാലിയിലെ ഏറ്റവും ഫേമസ് സ്ഥലം. ഇവിടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളുണ്ട്. സോളാങ് വാലി ഇവിടെ നമ്മളിപ്പോൾ ഇറങ്ങുന്നില്ല, നമ്മൾ നേരെ അഡ്രിനാലിനിലേക്ക് പോവാണ്. ഇവിടെ ആ 4 വീല് ബൈക്കുണ്ട്. ആ ബൈക്കിലാണ് ഇവിടെ ഓഫ് റോഡ് പോക്കും പരിപാടിയും എല്ലാം ഉണ്ട്. ഇതിൻ്റെ കുറച്ചും കൂടി ഭാഗം മുകളിലാണെന്ന് തോന്നുന്നു. ഉള്ളിലേക്ക് ആളെ കാണുന്നുണ്ട്. ഇവിടെ യാക്കുകളും മറ്റുമൊക്കെ ഉണ്ട് പോകാൻ വേണ്ടി. ഇഷ്ടംപോലെ കഫേ, തട്ടുകട പോലെ സെറ്റപ്പ്, എല്ലായിടത്തും ഇതിൻ്റെ പരിപാടിയാണ്. ഇവിടേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. മുകളിലിങ്ങനെ മഞ്ഞ് കൂടുതൽ അടുത്തടുത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ. ഇവിടേക്ക് ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളാണ്. കണ്ടില്ലേ, ഓരോ ഇതിനടുത്തും ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ആ വണ്ടി കൊണ്ട് ടൂർ പോയി അടിപൊളിയായിരിക്കും. 4 വീലല്ലേ, നമുക്ക് റിസ്ക് ഒന്നുമില്ലല്ലോ, മൈലേജ് കിട്ടുമോ. ഇവിടേക്ക് ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളും, അതോ ഇനി ഈ വണ്ടിയുടെ ആൾക്കാരാണെന്ന് നടത്തില്ല, ടൂറിസ്റ്റുകളും ഉണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ, പുറത്തെ വണ്ടികൾ കിടപ്പുണ്ട്, ടാക്സി വണ്ടികളൊക്കെ. പോയിട്ടമ്മേ ഇതിന് ഡ്രൈവറും ഇവർ തന്നെയാണെന്ന് തോന്നുന്നു. പേഴ്സണലായിട്ട് ഓടിക്കാൻ തരില്ലാന്ന് തോന്നുന്നു. ബൈക്കിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിതാ അടൽ ടണലിലേക്കുള്ള വഴിയാണ്. റോത്താങ് പാസ് അടൽ ടണൽ അങ്ങോട്ടുള്ള ഈ റൂട്ടിലാണ് പോകേണ്ടത്. റോഡ് ഫുള്ള് മഞ്ഞ് വീണ്ടോളെ. ഫുള്ളില്ല എന്ന് പറയാം, എന്നാലും മഞ്ഞ് വീണിട്ടുണ്ട് റോഡിൽ. മഞ്ഞ് വീഴ്ച തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇതാണ് മഞ്ഞ് വീഴ്ച. കണ്ടോ, റോഡിൽ മഞ്ഞ് കിടപ്പുണ്ട്. റോഡിൻ്റെ 2 വശങ്ങളിലും മഞ്ഞാണ്. താഴേക്ക് നോക്ക്, കണ്ടോ, നമ്മുടെയൊക്കെ വൈറ്റ് വാഷ് അടിച്ചിട്ട് ഇങ്ങനെ ബാക്കി വന്ന് പെയിൻറ്റ് ഒടുക്കി കളഞ്ഞ പോലെ ഉണ്ട്. മൊത്തം വെള്ളം, അവിടെ മൊത്തം വെള്ളം, താഴെയും വെള്ളം. അത് തന്നെ, നമ്മളിവിടെ ഫ്രിഡ്ജ് മാത്രം കണ്ടേക്കുന്ന സംഭവമാണ് ഇവിടെ. അനീഷ് അത് വാരാൻ പോകുന്നുണ്ട്. കൈ മറിച്ചുകൂടാ, എടാ കൈ മറിച്ചു പോകും. താവട്ടിട്ടെ, സോപ്പ് പത പോലെ ഉണ്ടല്ലേ. അപ്പം ഞാനും അങ്ങനെ മഞ്ഞ് വാരി കൈ പിടിച്ചിട്ടുണ്ട് ഗൈസ്. കുഞ്ഞു പിള്ളേർക്ക് മഞ്ഞ് കിട്ടിയ അവസ്ഥയാണ് അവൻ്റെ കയ്യിൽ. അവൻ പറഞ്ഞോട്ടോ 1 കിലോ മഞ്ഞിന് 1 കിലോ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷെ കയ്യിലെടുത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിലെ മഞ്ഞിൻ്റെ അത്ര തണുപ്പില്ല എന്നുള്ളത്. ഓരോ ട്രാവലേഴ്സൊക്കെ പോകുന്നുണ്ട് UP നിന്നൊക്കെയുള്ള. ഇവിടുന്ന് ഇതാണ് മോളിൽ ചെല്ലുമ്പോൾ എന്നാ അവസ്ഥയാവും അറിയത്തില്ല. അപ്പോൾ അടിപൊളിയാണ്. നമുക്ക് വിട്ടേക്കടാ, സെറ്റപ്പ് ആയിരിക്കും. നമുക്ക് അടൽ ടണലും മുകളിലെ മഞ്ഞൊക്കെ കണ്ടിട്ട് വരാം. മുകളിലെ ഐസിന്റെ കളർ കണ്ടില്ലേ, മഞ്ഞുമലയുടെ വെള്ളാന്നൊക്കെ പറഞ്ഞ അടാറ് വെള്ളം.
അപ്പോൾ ഞങ്ങളിതാ അടൽ ടണൽ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങളുടെ മറ്റൊരു ലക്ഷ്യം കൂടി സാധ്യമാകാൻ പോകുന്നു. ഇതേ അടൽ ടണലിൻ്റെ എൻട്രൻസ് കാണാം ഇവിടുന്ന്. വാവ്, ഇവിടെ എല്ലാം പുറത്തെല്ലാം മഞ്ഞ് വീണിട്ടുണ്ട്. നീക്കി തന്നു അടൽ ടണൽ റോത്താങ്. അങ്ങനെ ഞങ്ങളിതേ അടൽ ടണലിൻ്റെ ഉള്ളിലേക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്കൂട്ടിയിൽ അടൽ ടണൽ ക്രോസ് ചെയ്യാൻ പോകുന്നു. വാവ്. അപ്പോൾ ഞങ്ങളുടെ ടണലിനുള്ളിലോട്ട് കയറുകയാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും ഞങ്ങൾ ടണലിനുള്ളിലേക്ക് കയറുകയാണ്. അടൽ ടണൽ ഈ 12 കിലോമീറ്റർ. വാവ്, ഇത് നമ്മൾ ജമ്മുവിൽ കണ്ട പോലെ ഒന്നുമല്ല. ടണൽ നല്ല ലൈറ്റിംഗ് ആണ്. ഇവിടെ കുറേ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇച്ചിരി സ്പീഡ് എടുക്കാം കേട്ടോ, 40ഉം 60ഒക്കെ ഇവിടെ സ്പീഡ് എടുക്കാം. വാവ്, എന്നാ ലുക്കാണ്, സമ്മതിക്കാം. നമ്മുടെയൊക്കെ വീടിൻ്റെ റൂഫ് ചെയ്തേക്കുന്ന പോലെ ഉണ്ട്, സീലിംഗ് ഒക്കെ ചെയ്തിട്ട്. അടിപൊളി. ഇവിടെ വണ്ടി നിർത്താനുള്ള ബേയോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പൊളി, ഒരു രക്ഷയില്ല. ഇവിടെ തൊട്ട് ഇച്ചിരി ബ്ലാക്ക് ആയിട്ട്, എന്നാലും പൊളി ലുക്കാണ്. നല്ല ലൈറ്റിങ്ങും പരിപാടിയൊക്കെ. അങ്ങനെ ഞങ്ങളിതാ അടൽ ടണൽ ക്രോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. ആകാശം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ചെറിയൊരു ബ്ലോക്കുണ്ട്, വണ്ടിയെല്ലാം പയ്യെ പോകുന്നത്. ഇതൊരു ആൾട്ടോ കാർ. ധനേഷേട്ടനോട് പറയണം ആൾട്ടോ കാർ എടുത്തെങ്കിൽ പോരെ. വണ്ടി ഏത് വണ്ടിയും ഇന്നലെ കയറും. ആൾട്ടോ കാറൊക്കെ സിമ്പിളായിട്ട് കയറും. 12 കിലോമീറ്റർ ഓടിച്ച് ഒന്ന് ആകാശം കാണാൻ വേണ്ടി. നമുക്ക് ഇവിടുന്ന് ഏകദേശം പയ്യാവൂരിൽ നിന്ന് ശ്രീകണ്ഠാരം കഴിഞ്ഞ് അങ്ങ് എത്തണം. ചങ്ങളായി എത്തേണ്ടി വരും, ചങ്ങളായും കഴിയേണ്ടി വരുമെന്ന് തോന്നുന്നു. 12 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെ മാത്രം. ഇവിടെ ചെറുതായിട്ട് മെയിൻ്റെനൻസ് പണിയൊക്കെ എടുക്കുന്നുണ്ട്. 2-3 ആൾക്കാർ മെയിൻ്റെനൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്തോ ചെറിയൊരു ചെക്കിങ്ങോ പരിപാടിയാണെന്ന് തോന്നുന്നു. പുറത്തേക്ക് എൻട്രൻസ് ചെയ്യുമ്പം ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വാവ്, ദേ മഞ്ഞുമല കണ്ടു. ഓഹ്, അങ്ങ് താഴേന്ന് ലോങ്ങിൽ കണ്ടുകൊണ്ടിരുന്ന വ്യൂ ദേ അടുത്തെത്തിയിരിക്കുന്നു.
അതേ പുറത്ത് ചെറിയൊരു ചെക്കിങ്ങും പരിപാടിയാണ്. ഞങ്ങൾ തൽക്കാലം ക്യാമറയൊന്ന് മാറ്റി വെക്കുന്നുണ്ട്, വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അവിടെ ചെറിയ ചെക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരും അഡ്രസ്സും വണ്ടി നമ്പറും എഴുതി വെക്കുന്നതാണ്. അപ്പോൾ അതേ അടൽ ടണൽ ക്രോസ് ചെയ്ത് അടൽ ടണലിനെയും പിന്നിലാക്കി മഞ്ഞിൻ്റെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇവിടെ മൊത്തം മഞ്ഞാണ്. അപ്പോൾ ഗൈസ്, മഞ്ഞിൻ്റെ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.